ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സേമിയയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം, കുറച്ച് കേശയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് 1/2 കപ്പ് വെർമിസെലി ഇട്ട് കൊടുക്കാം. സേമിയ ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ് കേട്ടോ. എന്നാൽ കൂടി ഒന്നും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയയ്ക്ക് കുക്കായി വരുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു പിഞ്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ഒരു അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി സേമിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാലുകൂടി ഒഴിച്ച് കൊടുക്കാം. ഫുള്ള് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കിലാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒന്ന് പാല് ഫുള്ളും തന്നെ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താലോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. കുഞ്ഞു മക്കൾക്ക് പിന്നെ മധുരമാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണേ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.